നമ്മളെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന ഉത്തരം അത് കീബോർഡ് എന്നാണ്. നമ്മളെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡാണെന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഫോൺ വാങ്ങുന്ന നേരം ഡീഫാൾട്ട് ആയിട്ട് അതിലൊരു കീബോർഡ് ഉണ്ടാവും. എന്നാൽ ഈ കീബോർഡ് ഭയങ്കര ബോറൻ കീബോർഡ് ആയിരിക്കും അധിക ഫോണിലും നമ്മൾ വാങ്ങുന്നേരം ഉണ്ടാകുക. ഒരു സൗകര്യം ഉണ്ടാകില്ല, ടൈപ്പിംഗ് ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി കീബോർഡുകൾ ഉപയോഗിക്കും. ഏറ്റവും നല്ലൊരു കീബോർഡ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന ഉത്തരം ഗൂഗിളിന്റെ gboard എന്നാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന gboard. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ വായിച്ചിട്ടുണ്ടാവും കീബോർഡിലും ചില കാര്യങ്ങളുണ്ടെന്ന്. കീബോർഡിലും ചില കാര്യമല്ല, കീബോർഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോ ഈ കീബോർഡ് നമ്മൾ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, എല്ലാ വിവരങ്ങളും നോക്കാം. ഈ gboard നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമ്മൾ gboard ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മളെ ഡീഫാൾട്ട് കീബോർഡായിട്ട് അത് സെറ്റ് ചെയ്യണം. അത് ഓപ്പൺ ചെയ്താൽ അതിന്റെ ഓപ്ഷൻസ് കാണിക്കും. ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നോക്കാം, ആഡ് ചെയ്യേണ്ടതൊക്കെ. ആദ്യം നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു കോമന്റെ ഈ ഭാഗം ഒന്ന് ഞെക്കി പിടിച്ചാൽ സെറ്റിംഗ്സിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ലാംഗ്വേജ് ആണ് വരുന്നത്. നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഇതിൽ ഇംഗ്ലീഷ് ഇന്ത്യ അത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാണ്. ഇംഗ്ലീഷ് US ആണ് ഉണ്ടാകുക ഡീഫാൾട്ട് ആയിട്ട്. ഇംഗ്ലീഷ് ഇന്ത്യന്റെ കൂടെ നമുക്ക് ഈ ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നേരം നമുക്ക് ആവശ്യമുള്ള കീബോർഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയെടുക്കട്ടോ. ഇനി രണ്ടാമത്തെ കീബോർഡായിട്ട് എനിക്ക് മലയാളം വേണം. അതിനെന്താ ചെയ്യേണ്ടത്? ആഡ് കീബോർഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മലയാളം ഇന്ത്യ എന്നുള്ള മലയാളം കീബോർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. 3 ഓപ്ഷൻസ് ആണ്. അതിൽ മംഗ്ലീഷ്, മലയാളം ത്തിലുള്ള ലെറ്ററുകൾ, ഹാൻഡ് റൈറ്റിങ്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേണോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ മംഗ്ലീഷ് മാത്രം മതി, അത് ഞാൻ ടിക്ക് ചെയ്തിക്ക്. ഇനി ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ താഴെ മൾട്ടിലിംഗൽ ടൈപ്പിംഗ് എന്നുള്ള ഇതും ഓണാക്കിയിടുക. ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള ഈ ടിക്കും കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ മലയാളവും നമ്മൾ ആഡ് ചെയ്ത് ഇനി ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇനി രണ്ടാമത്തെ പ്രിഫറൻസ് എന്നുള്ളത് തുറക്കുക. പ്രിഫറൻസ് തുറന്നാൽ ഏറ്റവും മേലെ തന്നെയുള്ള നമ്പർ റോ ഇത് ഓഫിലുണ്ടാകുക, ഓണാക്കി കൊടുക്കുക. അതെന്തിനാ ഓണാക്കുന്നത് വെച്ചാൽ നിങ്ങൾ സാധാരണ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്പർ എഴുതണമെങ്കിൽ എന്താ ചെയ്യുക? ഈ 1 2 3 ഞെക്കിയിട്ട് ഇവിടുന്ന് നമ്പർ എടുക്കല്ലേ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് മേലത്തെ ലൈനിൽ നമ്പർ ഇങ്ങനെ കാണിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്പർ റോ ഇടുന്നത്. ആ നമ്പർ റോ ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുകയില്ല, നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ റോ ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഷോ ഇമോജി സ്വിച്ച് കീ എന്നുള്ള അത് ഓഫിലുണ്ടാകുക, ഓഫ് കിടന്നോട്ടെ. നമുക്ക് ഷോ ലാംഗ്വേജ് സ്വിച്ച് കീ എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഓണാക്കിയിടാം. അത് ഓണാക്കിയിട്ടാൽ നമ്മൾ ഒന്നിലധികം ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് അത് മാറ്റാനുള്ള ഒരു സ്വിച്ച് കീ നമുക്ക് കീബോർഡ് കിട്ടും. അത് ഏതാന്ന് കാണിച്ചിരുന്നുണ്ട് കീബോർഡിലേക്ക് പോകുന്നേരം. പിന്നെ ഷോ ഇമോജി ഇൻ സിമ്പിൾസ് കീബോർഡ് എന്നുള്ള അതും ഓണാക്കിയിടുക. പിന്നെ ഉള്ളത് താഴെ ലേഔട്ടിൽ 1 ഹാൻഡഡ് മോഡ് എന്നുള്ള അത് ഓഫിലുണ്ടാകുക ഡീഫാൾട്ടായിട്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇടത്തെ കയ്യിൽ ഉപയോഗിക്കും, ചിലർ വലത്തെ കയ്യിൽ ഉപയോഗിക്കും. നിങ്ങൾ ഏത് കയ്യിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ടുള്ള ഓഫ് ആക്കിയിടാം. ഞാൻ ഓഫ് ആക്കിയിട്ടാൽ എനിക്ക് അത് ആവശ്യം വരുന്നില്ല. ഞാൻ 2 കയ്യിൽ ഉപയോഗിക്കുന്ന. പിന്നെ കീബോർഡ് ഹൈറ്റ് നിങ്ങൾക്ക് ചെറിയ കീബോർഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കീബോർഡിന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഹൈറ്റ് വേണ്ടത്ര കൂട്ടാം. പിന്നെയുള്ള ഇമോജി ബ്രൗസിംഗ് സെഷനും ഇമോജി ഫാസ്റ്റ് ആക്സസ് ബാറും ഇത് രണ്ടും ഓണാക്കിയിടുക. ബ്രൗസിംഗ് സെഷൻ അടക്കട്ടെ, അത് ഓണാക്കിയിട്ടോ അതിനെക്കൊണ്ട് ഉപകാരമുണ്ട്. ഇമോജി ഫാസ്റ്റ് ആക്സസ് ബാർ എന്നുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചുള്ള സജഷൻ ഇമോജികൾ മേലെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കിയിടുന്നത്. പിന്നെ ഇതിന്റെ താഴേക്ക് വന്നാൽ പോപ്പപ്പ് ഓൺ കീ പ്രസ് എന്നുള്ള ഇത് ഓഫിലുണ്ടാകുക, ഓണാക്കേണ്ട, അത് ഓഫ് തന്നെ നിന്നോട്ടെ. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കൺസ്യൂം കൂടും, അതിനെക്കൊണ്ട് അത് ഓഫിൽ നിന്നോട്ടെ. ഇനി ബാക്ക് വന്നിട്ട് തീം എടുക്കാം. നമുക്ക് തീം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ തീമുണ്ട്. എനിക്ക് ബ്ലൂവിനോട് ഭയങ്കര ഇഷ്ടമാകൊണ്ട് ഞാൻ ബ്ലൂ ആ സെലക്ട് ചെയ്ത് വെച്ച്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീബോർഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കീബോർഡുകൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യുക. അതുപോരാ, എൻ്റെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് കീബോർഡിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്താൽ ആ കീബോർഡിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. ഇതിൻ്റെ
ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കീബോർഡിൽ സെറ്റ് ആവും. നമുക്ക് ഏതൊരു ഫോട്ടോയും കീബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതിനൊക്കെ മുമ്പ് നമ്മൾ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഉപയോഗിക്കാനും പല ആപ്ലിക്കേഷനും ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിരിക്കും. ഇനി അടുത്തത് ടെക്സ്റ്റ് കറക്ഷൻ എന്നുള്ള ഈ ടാബ് ഓപ്പൺ ചെയ്താൽ ഷോ സജഷൻ ട്രിപ്പ്, നെക്സ്റ്റ് വേർഡ് സജഷൻ ഇതൊക്കെ ഓൺ ആക്കിയിടുക. ബ്ലോക്ക് ഒഫൻസീവ് വേർഡ്സ് ഓൺ ആക്കിയിടുക. ഷോ ഇമോജി സജഷൻ ഓൺ ആക്കിയിടുക. ഇതൊക്കെ ഓൺ ആക്കിയിടുക. ഓട്ടോ കറക്ഷൻ എന്നുള്ള ഓഫ് ആക്കിയിടുക. ഓട്ടോ സ്പേസ് ഫംഗ്ഷൻ എന്നുള്ള അത് വേണമെങ്കിൽ ഓൺ ആക്കാം. ഓട്ടോ ക്യാപിറ്റലൈസേഷൻ അതും ഓൺ ആക്കിയിടുക. അതിൽ വേറെ ഒന്നും ചെയ്യില്ല. അടുത്തത് ഗ്ലൈഡ് ടൈപ്പിംഗ് ആണ്. അത് തുറന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യില്ല. പിന്നെ ഉള്ളത് വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഈ ഓപ്ഷനാണ്. വോയിസ് ടൈപ്പിംഗ് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം. ഈ വോയിസ് ടൈപ്പിംഗ് ഓൺ ആക്കിയാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് പകരം പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇതിൽ ഡിഫറൻസ് ഉള്ളത് എന്താ വെച്ചാൽ ബാക്ക് വന്നിട്ട് നമ്മളൊന്ന് വോയിസ് ടൈപ്പിംഗ് ചെയ്ത് നോക്കുക. വോയിസ് ടൈപ്പിങ്ങിന്റെ കീ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കീ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ലാംഗ്വേജ് ഇംഗ്ലീഷാണുള്ളത്. ഇത് ഈ നേരത്തെ പറഞ്ഞല്ലേ ലാംഗ്വേജ് സ്വിച്ച് കീ നമുക്ക് ഓൺ ആവുന്നു. അത് ഈ ബോർഡിന്റെ പോലത്തെ ഒരു ഗ്ലോബിന്റെ പോലത്തെ അല്ലേ, അതാണ് സംഭവം. അതിപ്പോ ഒന്ന് ഞെക്കിയാൽ മലയാളത്തിലേക്ക് വന്ന് മലയാളം നമ്മൾ ഏത് ഭാഷയാണോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ആ ഭാഷയാണ് നമ്മളെ വോയിസ് ടൈപ്പിങ്ങിന്റെ ലാംഗ്വേജ് വരിക. ഇപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഹായ്, എന്തൊക്കെയാണ്, സുഖമാണോ? വളരെ കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ലാംഗ്വേജ് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഹായ്, എന്തൊക്കെയാണ്, സുഖമാണോ? എന്തോ ഒരു ഇംഗ്ലീഷും മംഗ്ലീഷും അല്ലാത്ത വന്ന് അതിനെ കൊണ്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നേരം ഇംഗ്ലീഷ് പറഞ്ഞിട്ടും മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നേരം മലയാളത്തിൽ പറഞ്ഞിട്ടും ചെയ്യാം. അതാണ് കേട്ടെ ആക്ക് മായച്ചു തരട്ടല്ലേ. അപ്പോൾ വോയിസ് ടൈപ്പിംഗ് നമ്മൾ നോക്കി. ഡിക്ഷണറി എന്നുള്ള ഭാഗം അതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഡിക്ഷണറിയിലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പേഴ്സണൽ ഡിക്ഷണറി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതിൽ ആവശ്യമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള വേർഡ് ടൈപ്പ് ചെയ്ത് വെക്കാം. നമ്മൾ ഓരോരുത്തരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ചിലർ വാട്സപ്പിലൊക്കെ തുറന്നാൽ ആരോടും സംസാരിക്കുന്ന നേരം തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ടൊക്കെ തുറന്നു. അതൊക്കെ നമുക്ക് എഴുതുന്നതിന് പകരം ഓരോ അക്ഷരത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരക്ഷരത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ നമസ്കാരം എന്ന് എഴുതുക. ഹായ് നമസ്കാരം ഞാൻ എഴുതി. ഇനി നമുക്ക് ഇവിടെ താഴെ ഓപ്ഷണൽ ഷോർട്ട് കട്ട് എന്നുള്ള ഇത് ഞെക്കിയിട്ട് ഒരക്ഷരം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എ എന്നുള്ള അക്ഷരം സെലക്ട് ചെയ്ത് എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് കീബോർഡ് പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എ എന്നുള്ള അക്ഷരം ആടെ ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് ഹായ് നമസ്കാരം ഇവിടെ വന്ന് സെൻഡ് ചെയ്യാം. വളരെ എളുപ്പം കഴിഞ്ഞില്ലേ. ഇതുപോലെ എത്ര വലിയ വാക്കായാലും ചെറിയ വാക്കായാലും നിങ്ങൾക്ക് ഓരോ അക്ഷരത്തിലും സെറ്റ് ചെയ്ത് വെക്കാം. വാക്കായാലും സെന്റൻസ് ആയാലും ഖണ്ഡികയായാലും എത്രയായാലും നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അത് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ്. എത്ര വാക്കുകളുമാണെങ്കിലും ഓരോ അക്ഷരത്തിലും ഓരോന്നായിട്ട് എത്ര വേണമെങ്കിലും ഷോർട്ട് കട്ടായിട്ട് എടുത്ത് വെക്കാം. പിന്നെ സെർച്ച് എന്നുള്ളത് തുറന്നാൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഓഫിൽ ഉണ്ടാവുക, അത് ഓൺ ആക്കിയിട്ടേക്കുക. ശേഷം നമുക്ക് അഡ്വാൻസ്ഡ് എടുക്കാം. അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ ഷെയർ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുണ്ടാവും. അത് ഓണിലാണുള്ളതെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കിയിട്ടേക്ക്, അത് ഓൺ ആക്കണ്ട. പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഇവിടെ ഷോ ആപ്പ് ഐക്കൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഇത് ഓഫിലാവണ്ടേ ഓൺ ആക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഓൺ ആക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ ഈ കീബോർഡിന്റെ ആപ്ലിക്കേഷന്റെ ഐക്കൺ നമ്മളെ ഹോം സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഓഫ് ആക്കിയിട്ടാൽ ഐക്കൺ കാണുകയില്ല ഹോം സ്ക്രീനിൽ. ഇനി ഇവിടെ എത്രയേ ഉള്ളൂ, നമുക്ക് കീബോർഡിലേക്ക് പോവാം. കീബോർഡിൽ വന്ന് ഇനി ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, അതൊന്ന് നോക്കാം. നമ്മൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റിക്കറിന്റെ ഒരു ഇതുണ്ട്. ആ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ സെർച്ച് ചെയ്തെടുക്കാം. ഏത് കാറ്റഗറിയാണ് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ ലവ് എന്നുള്ള ഇതാ വേണ്ടതെന്നുണ്ടെങ്കിൽ LOVE ലവ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലവ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റിക്കറുകൾ വരും. അതുപോലെ ഏത് കാറ്റഗറിയിലുള്ളതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ ജിഫിലും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിക്കർ സെർച്ച് ചെയ്ത പോലെ തന്നെ ഏത് കാറ്റഗറി വേണേൽ സെർച്ച് ചെയ്തെടുക്കാം. ഇനി സെറ്റിംഗ്സ് അവിടെ വെക്കട്ടെ. ഇവിടെ ഒരു ട്രാൻസ്ലേറ്റിന്റെ ഇതില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിലാണ് നമുക്ക് മെയിൻ ആയിട്ട് സംഭവമുള്ളത്. ട്രാൻസ്ലേറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ട് ലൈവ് ട്രാൻസ്ലേറ്റ് ആയിട്ട് പോവാം. അതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തി കേട്ടോ. അത് കാണാത്തോലും ഈ ഭാഗവും കൂടി ഒന്ന് കണ്ടോ. ഇവിടെ ഇപ്പം 2 ലാംഗ്വേജ് ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, മലയാളം അറിയാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ട് പോകും. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. എഴുതിയാൽ നമുക്ക് മടിയാ, ഞാൻ വോയിസ് ടൈപ്പിംഗ് ഞാൻ ചെയ്യാം. ഹായ്,
എന്തൊക്കെയാണ്? സുഖമാണോ? നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാനിപ്പോൾ ഇവിടെ മലയാളത്തിൽ എഴുതിയത് മേലെ അതിന്റെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ട് വന്ന് നമുക്കത് ഇംഗ്ലീഷ് സെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭാഷ മാറ്റിയിട്ട് മലയാളം ഇപ്പുറം ഇംഗ്ലീഷ് അപ്പുറം ആക്കണമെങ്കിൽ നടുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഏറോ മാർക്ക് അതൊന്ന് ഞെക്കി കൊടുത്താൽ നേരെ തല തിരിയും. ഇനി നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിലേക്ക് പോകും. ഒന്ന് പറഞ്ഞു വെക്കുക. ഹൗ ആർ യു ഡിയർ? ഞാൻ ആ ചോദിച്ച് മേലെ മലയാളത്തിൽ വന്ന്, ഇംഗ്ലീഷിൽ താഴെ എഴുതിയത് മേലെ മലയാളത്തിൽ വന്ന്, അതും നമുക്ക് അങ്ങനെ സെൻഡ് ചെയ്യാം. അത് വളരെ വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്, ആവശ്യക്കാർ ഉപയോഗിക്കുക. ഇനിയുള്ള ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ തീം നമുക്ക് നേരത്തെ കാണിച്ച് ഇവിടുന്ന് തന്നെ മാറ്റിയുള്ള ഓപ്ഷനാണ്. പിന്നെ ക്ലിക്ക് ബോർഡ് ഉണ്ട്, ടെക്സ്റ്റ് എഡിറ്റിംഗ് ഉണ്ട്. ഈ ടെക്സ്റ്റ് എഡിറ്റിങ്ങിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാനുള്ളതാണ്. ഈ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ ക്ലിക്ക് ബോർഡും. ഈ ഫ്ലോട്ടിങ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോർഡ് നമുക്ക് മേലെ താഴെയൊക്കെ കൊണ്ടാക്കട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത്. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുന്ന നേരം ഒരാൾ എത്തി നോക്കുന്ന നേരം ഇവിടെ എന്താ വരുന്നതെന്ന് കാണാം. എന്നാൽ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് കീബോർഡ് ഉപയോഗിച്ചാൽ ഇവിടുന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നേരം താഴെയാണ് വരിക, കയ്യിൻ്റെ മറുകൊണ്ട് ആർക്കും കാണാനാകില്ല, എളുപ്പമാണ്. പിന്നെ നമ്മൾ മേലെ കീബോർഡ് കയ്യിൽ മേലെ വെച്ച് പിടിക്കുന്നവർക്ക് അതും സൗകര്യമാണ്. ഇത് വേണ്ടാന്ന് തോന്നിക്കിൻ്റെ താഴെ കൊണ്ടുവരിക, ഒന്നാകുമ്പോൾ ഞെക്കി വെച്ചാൽ അതങ്ങ് റെഡിയാകും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലിക്ക് ബോർഡ്, ഇതും വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. സാധാരണ നമ്മൾ കോപ്പി ചെയ്യുന്ന സംഭവമാണ് ഈ ക്ലിക്ക് ബോർഡിൽ വരിക. ഈ ക്ലിക്ക് ബോർഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മിക്കവാറും കീബോർഡിലൊക്കെ നമ്മൾ ഒരു ടെക്സ്റ്റ് എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട് ക്ലിക്ക് ബോർഡിൽ ആഡായി. ഇനി വേറൊന്ന് കോപ്പി ചെയ്യുന്ന നേരം ആദ്യം കോപ്പി ചെയ്ത് കാണുകയില്ല. എന്നാൽ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ക്ലിക്ക് ബോർഡ് ഈ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തൊക്കെ ഓരോന്നോരോന്ന് ഇവിടുന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അവൻ വളരെ ഉപയോഗമുള്ള ഒരു സംഭവമാണ്. ഇതിന്റെയും വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരിക്കും. ഇനി നിങ്ങൾ ഈ gboard മാറി നിങ്ങൾ ആദ്യമുള്ള കീബോർഡിലേക്ക് പോകണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഈ ലാംഗ്വേജ് സ്വിച്ച് കീയിലെ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ നമ്മളെ ഫോണിൽ ഏതൊക്കെ കീബോർഡ് ഉണ്ടോ അതൊക്കെ ഇവിടെ വരും. ആവശ്യമുള്ള കീബോർഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഈ gboard എന്ന് പറയുന്ന കീബോർഡിലുള്ള പ്രധാനപ്പെട്ട സംഗതികൾ. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ആദ്യം അറിയാനൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ബൂസ്റ്റാണ്, മറന്നുകൊണ്ടാ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.